നമുക്കിപ്പോൾ കെ ബി ശ്രീധരൻ കൂടി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. ബംഗളൂരുവിൽ സ്ഥിതി വളരെ മോശമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിമാനത്താവളത്തിൽ യാത്രക്കാർ ബഹളം വയ്ക്കുകയാണ്. നിരവധി പേർ മലയാളികളടക്കം കുടുങ്ങിക്കിടക്കുന്നു. വിമാനയാത്രാ സർവീസ് മുടങ്ങിയതോടെ കെ ബി ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. മലയാളികളടക്കം നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്താണ് മലയാളികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? ഇതിനൊരു ബദൽ സംവിധാനം ഒരുക്കാൻ ഇൻഡിഗോ തയ്യാറാകുന്നില്ലേ? ബദൽ സംവിധാനം ഒരുക്കാൻ മാത്രമല്ല, സംസാരിക്കാൻ പോലും അതിന് ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോ ആരും അവിടെ ഇല്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഏതായാലും ഇന്നലെ വൈകിട്ട് മുതൽ നാട്ടിലേക്ക് വരാൻ വിമാനത്താവളത്തിലേക്ക് എത്തിയ ആളുകൾ ഉൾപ്പെടെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ ഇപ്പോൾ ശബരിമല സീസണാണ്. നിരവധി ആളുകൾ ബംഗളൂരു വിമാനത്താവളം വഴി കേരളത്തിലേക്ക് യാത്ര ബുക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ നിരവധി ആളുകളുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കിയതോടെ കുടുങ്ങിക്കിടക്കുന്നത്. ഏതാണ്ട് 12 മണിക്കൂർ പിന്നിട്ടു ഇവരൊക്കെ ഈ വിമാനത്താവളത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ക്യാൻസലേഷനെ കുറിച്ച് പോലും കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇവർക്കൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ചില യാത്രക്കാർ പറയുന്നത്. ബംഗളൂരു വിമാനത്താവളത്തിലെ കാര്യമെടുത്താൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇതുവരെ ഏതാണ്ട് 99ഓളം വിമാന സർവീസുകൾ ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗിക വിവരം. ഏതായാലും വലിയ ബുദ്ധിമുട്ടുകൾ ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നലെയും നിരവധി യാത്രക്കാർ പരാതിയുമായി വന്നിരുന്നു. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ക്യാൻസലേഷൻ തന്നെയാണ് യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ബദൽ സംവിധാനങ്ങളില്ല. വിമാനത്താവളത്തിൽ എത്തി കഴിയുമ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരങ്ങളൊക്കെ ആളുകൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്.